പറയുന്നു, മൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത ഷഹീദാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ വല്ലാതെ സ്നേഹിച്ച് ആ സ്നേഹത്തിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ മാത ഷഹീദാ, അവൻ രക്തസാക്ഷിയുടെ കൂട്ടത്തിലാണ്. അലാ വമൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത മഗ്ഫൂറൻ ലഹു. ഇനി ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് മരണപ്പെട്ടാൽ അവൻ അല്ലാഹു തആല പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു. അലാ വമൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത തായിബാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് മരിച്ചാൽ അവൻ തൗബയുള്ളവനായി മരണപ്പെട്ടിരിക്കുന്നു. അലാ വമൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത മുഅ്മിനാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ടൊരുത്തൻ മരണപ്പെട്ടാൽ അവൻ മുഅ്മിനായി മരണപ്പെട്ടിരിക്കുന്നു. മുസ്തഖ്മിലൽ ഈമാൻ പരിപൂർണമായവനാണ് അവൻ, അവന് സ്വർഗമുണ്ട്. അലാ മൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ ബശറഹു മലക്കുൽ മൗത്ത് ബിൽ ജന്ന. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് ആ സ്നേഹത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ അവന് അതാ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു. ഇങ്ങനെ എന്തെല്ലാം ബഹുമാനമുണ്ട്, തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ തുടർന്ന് പറയുന്നു, അലാ വമൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ യുദഫു ഇലൽ ജന്നതി കമാ യുദഫുൽ റൂഹ് ഇലാ ബൈതി സൗജിഹാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ടൊരുത്തൻ ആ സ്നേഹത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യനെ അതാ അല്ലാഹുവിന്റെ മലക്കുകൾ സ്വർഗത്തിലേക്ക് ആനയിക്കും. ഏതുപോലെ കമാ യുദഫുൽ റൂഹ് ഇലാ ബൈതി സൗജിഹാ. ഭാര്യയെ അതാ ഭർത്താവിന്റെ വീട്ടിലേക്ക് ആനയിക്കുന്നത് പോലെ, അറയിലേക്ക് ആദരവോടെ ആനയിക്കുന്നത് പോലെ അതാ ആ മനുഷ്യനെ അല്ലാഹു തആല അവന്റെ മലക്കുകളെ കൊണ്ട് ആനയിപ്പിക്കുന്നതാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനോട് ഓർമ്മപ്പെടുത്തുന്നു, വമൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ ജഅലല്ലാഹു ഖബറഹു മസാറ മലായികത്തിർ റഹ്മാൻ. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ അവന്റെ ഖബറിടം സന്ദർശിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ സ്നേഹത്തിന്റെ പേരിൽ, അതെ അവിടുത്തെ കുടുംബത്തോടുള്ള ബഹുമാനത്തിന്റെ പേരിൽ അതാ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവനക്കുള്ള ബഹുമാനമാണ് പറയുന്നത്. മലക്കുകൾ അവന്റെ ഖബറുകൾ സന്ദർശിക്കും. ആരെങ്കിലും ആ രൂപത്തിൽ മരണപ്പെട്ടാൽ യൗമൽ ഖിയാമത്തി മക്തൂബൻ ബൈന യദൈഹി ആയിസുൻ മിർ റഹ്മത്തില്ലാഹ്. എത്രയാണ് സഹോദരന്മാരെ, അതേ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ സ്നേഹിക്കാതെ ആ സ്നേഹമില്ലാതെ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ മൻ മാത അലാ ബുഗ്ദി ആലി മുഹമ്മദിൻ, അതേ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ ദേഷ്യം വെച്ചുകൊണ്ട് ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ ആ കുടുംബത്തോട് ദേഷ്യം പിടിച്ച് ആരെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞ് ആ ദേഷ്യത്തിലായി അവൻ മരിച്ചാൽ യൗമൽ ഖിയാമത്തി മക്തൂബൻ ബൈന ഐനൈഹി ആയിസുൻ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അതേ നിരാശനായവനാണ് അവൻ. അതേ അവന്റെ ഈമാൻ തന്നെ വഴിതെറ്റാനത് കാരണമാണ്. അതേ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ ആദരിക്കാതെ ദേഷ്യത്തോടുകൂടെ മരിച്ചാൽ അല്ലാഹുവിന്റെ റഹ്മത്ത് അവനില്ല, അവന്റെ നെറ്റിത്തടത്തിൽ അങ്ങനെ എഴുതപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു. ഇനി ആ കുടുംബത്തോടുള്ള ദേഷ്യത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ലം യസ്മ റൈഹത്തൽ ജന്ന, സ്വർഗത്തിന്റെ പരിമളം അവന് ആസ്വദിക്കാൻ കഴിയില്ല.
ചിന്തയുള്ള ആളുകൾക്ക്, ബുദ്ധിയുള്ള ആളുകൾക്ക് ഇനി ഇതിലെ ഞാൻ പറയേണ്ടതുണ്ടോ? ബുദ്ധിയുള്ള ആളുകൾക്ക് ഈമാനിന്റെ തരിമ്പ് ഖൽബിന്റെ ഉള്ളിൽ അവശേഷിക്കുന്ന ഏതെങ്കിലും മുഅ്മിനീങ്ങൾക്ക് ഇനി ഇതിലപ്പുറം ബാക്കി വേണോ? ആർക്കെങ്കിലും ഇതിലപ്പുറം ബഹുമാനം പറയേണ്ടതുണ്ടോ? മുഅ്മിനീങ്ങളെ, സാദാത്തുക്കൾ ചെറുതല്ല, അവരുടെ ബഹുമാനം ചെറുതല്ല. അത് നന്നായി നമ്മൾ ഉൾക്കൊള്ളണം. സാദാത്തുക്കൾ അല്ലാഹുവിന്റെ ഔലിയാക്കളാണെങ്കിലും, അതേ അല്ലാഹുവിന്റെ പണ്ഡിതന്മാരിൽ വലിയ പണ്ഡിതനാണെങ്കിലും അല്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ പിറക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു വയസ്സുള്ള കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിക്കുള്ള ബഹുമാനമാണ് പറയുന്നത്. അതിൽ നിങ്ങൾ അസൂയ വെക്കേണ്ടതില്ല. അതിൽ അസൂയ വെക്കേണ്ടത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമല്ല. പരിശുദ്ധ ഖുർആൻ അതിനോട് വളരെ ശക്തമായി തന്നെ താക്കീത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരും അസൂയ വെക്കേണ്ടതില്ല. വഅതസിമു ബിഹബ്ലില്ലാഹി ജമിആ. അല്ലാഹുവിന്റെ കയറുകൾ നിങ്ങൾ മുറുകെ പിടിക്കണം. അഥവാ അല്ലാഹുവിന്റെ കയറെന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാര് വിശദീകരിക്കുന്നു, അതേ സയ്യിദന്മാര്, ആ സയ്യിദന്മാരെ നിങ്ങൾ മുറുകെ പിടിക്കണം. വഅതസിമു ബിഹബ്ലില്ലാഹി ജമിആ. സയ്യിദന്മാരെ നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കണേ. ഓ മുഅ്മിനീങ്ങളെ, ഈ ബഹുമാനത്തോടുകൂടെ ആദരവോടുകൂടെ മരിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തോട് ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങൾക്കും വലിയ ബഹുമാനമാണ്, വലിയ ആദരവാണ്. വല്ലാത്ത ബഹുമാനമെന്ന് പറഞ്ഞാൽ, സയ്യിദന്മാരോടുള്ള ബഹുമാനമെന്ന് പറഞ്ഞാൽ, ആ സയ്യിദന്മാർക്കുള്ള ബഹുമാനത്തിന്റെ കാരണം അത് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമായി പറയുന്നു. മൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത ഷഹീദാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ വല്ലാതെ സ്നേഹിച്ച് ആ സ്നേഹത്തിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ മാത ഷഹീദാ, അവൻ രക്തസാക്ഷിയുടെ കൂട്ടത്തിലാണ്. അലാ വമൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത മഗ്റൂറൻ ലഹു. ഇനി ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് മരണപ്പെട്ടാൽ അവൻ അല്ലാഹു തആല പാപങ്ങൾ പുറത്തു കൊടുക്കും.